ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു കബാബ് വെച്ചിട്ടൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉണ്ടാക്കിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ വീക്കെൻഡ് ഡേയ്സിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലേറ്റ് ആകും. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കഴിച്ച് കഴിയുമ്പോഴേക്കും മക്കൾ പിന്നെ താഴെയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുവാണ്. അപ്പോൾ അത് ഫുള്ളൊന്ന് ക്ലീനാക്കി പിന്നെ മോപ്പും ചെയ്ത് കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് കയറുന്നത്. ഇന്നിപ്പോൾ പിന്നെ കുറച്ച് ഡ്രസ്സും കൂടി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷിംഗ് മെഷീനിലേക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നല്ല സ്മെല്ലാകും ഡ്രസ്സിലൊക്കെ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുന്ന സമയത്ത് ഇവിടെ ഫിഷ് ക്ലീൻ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫിഷൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ജസ്റ്റ് ക്ലീനിങ് മാത്രം ചെയ്താൽ മതി, അതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചോറ് അരി അടുപ്പത്തിട്ടിട്ട് പിന്നെ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ചോറ് വേവും. പിന്നെ ഫിഷ് മസാല ഇടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മസാല ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് കറി വെക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, 3-4 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. അത് അടിച്ചെടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് പുളി വെള്ളം പിഴിഞ്ഞതും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറിവേപ്പിലയും ഇട്ട് പിന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും അത് അടച്ച് വെച്ച് ലാസ്റ്റ് ഒരു കറിവേപ്പിലയും ഇട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മളൊരു കടായി വെച്ചിട്ട് വിഴുക്കുണ്ടാക്കാനാണ്. കടുക് പൊട്ടിക്കുക, പിന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇടുക, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ബീൻസ്, ക്യാരറ്റ്, ഒരു സവാള, പിന്നെ 2 പച്ചമുളക്, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് അത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിക്കുക. ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഫിഷും ഫ്രൈ ആക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുവാണ്. അപ്പോൾ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുന്ന പാത്രം ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഇന്നിപ്പം ഇക്ക ഉള്ളത് കൊണ്ട് തന്നെ മക്കൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ വയ്ക്കുവാണ്. അത് ഞാൻ ഇപ്പുറത്തൊരു സിങ്കിലേക്ക് വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് ഞാനെടുത്ത് മാറ്റി അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുന്നത്. വിഴുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും വെള്ളം ഒഴിക്കാത്തതുകൊണ്ട്. പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് മോര് കറിക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ കറിവേപ്പില, വറ്റൽമുളകിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മുടെ തൈര് നന്നായിട്ട് ഉടച്ചത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടാക്കി മാത്രം എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ചോറൊക്കെ കഴിക്കുകയാണ് നമ്മൾ. ചോറ് കഴിച്ച് നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് മക്കളെയൊക്കെ ഉറക്കി ചോറൊക്കെ കഴിച്ചൊന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ കിടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പം അധികം എങ്ങും പോയിട്ടില്ല. മക്കൾക്ക് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് എങ്ങും പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.